ആരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. എല്ലാവർക്കും കവിതാമൊഴിയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചു കിടക്കുകയാണ്. അടുത്ത ബന്ധുക്കളും അയൽവാസികളുമൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർ ചിലർ മൃതദേഹത്തെ ഒരു നോക്ക് കണ്ടുകൊണ്ട് തിരിച്ചു പോവുകയാണ്. മറ്റു ചിലർ കൂട്ടം കൂടി നിന്ന് മരിച്ച ആളിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്നൊക്കെ. മറ്റു ചിലർ ആ മരിച്ച ആളിന് ചെറിയ ഒരു കുട്ടിയുണ്ട്. 3.5 വയസ്സുകാരനായ ആ കുട്ടിയെ നോക്കി നെടുവീർപ്പിടുന്നുണ്ട്. ആ കുട്ടി മറ്റാരുമായിരുന്നില്ല, മലയാളത്തിൻ്റെ പ്രിയ കവി വയലാർ രാമവർമ്മയായിരുന്നു. വയലാർ രാമവർമ്മയുടെ അച്ഛൻ കേരളവർമ്മ മരിക്കുമ്പോൾ വയലാർ രാമവർമ്മയ്ക്ക് 3.5 വയസ്സായിരുന്നു. പിന്നീട് അദ്ദേഹം പിൽക്കാലത്ത് വലുതായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ആ രംഗമാണ്, ആ മരണരംഗമാണ് പിന്നീട് ആത്മാവിൽ ഒരു ചിത എന്ന കവിതയായി പുനർജനിച്ചത്. വയലാർ രാമവർമ്മയുടെ ആത്മാവിൽ ഒരു ചിത. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി. വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നു പോയി ഞാന്ന നിഴലുകൾ മാതിരി. ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. വീടിനകത്ത് കരഞ്ഞ് തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ. വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചമ്മയെന്നോരോന്ന് ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. വന്നവരെന്നെ നോക്കിക്കൊണ്ട് നിന്ന് നെടുവീർപ്പിടുന്നതെന്തിങ്ങനെ. ഒന്നുമെനിക്ക് മനസ്സിലായില്ല, അച്ഛനിന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ, എൻ്റെ അച്ഛനുറങ്ങി ഉറന്നെണീക്കും വരെ. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ, എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ. പച്ചപ്പിലാവിലത്തൊപ്പിയും വെച്ച് കൊണ്ടച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പച്ചപ്പിലാവിലത്തൊപ്പിയും വെച്ചുകൊണ്ടച്ഛൻ്റെ
അച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ.